നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല മാർക്കോ, അതുക്കും മേലെ ആ രീതിയിലാണ് ഇപ്പോൾ സെൻസർ റിപ്പോർട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് അല്ല, ആക്ച്വലി അതിന്റെ സെൻസർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സെൻസർ റിപ്പോർട്ട് വന്നിട്ട് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ദി മോസ്റ്റ് വയലന്റ് ഫിലിം, ഇന്ത്യൻ ഫിലിം, അത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഫിലിമിൽ തന്നെ ദി മോസ്റ്റ് വയലന്റ് സിനിമയാണ് മാർക്കോ എന്ന് ധൈര്യമായിട്ട് നമുക്ക് ഈ സെൻസർ റിപ്പോർട്ട് അറിഞ്ഞാൽ പറയാൻ കഴിയും. ഞാൻ ആക്ച്വലി ഇത് കുറെ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരുപാട് നേരം അവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ എന്നിട്ട് അടുക്കളയിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ വരെ ഞാൻ ചെറിയ കട്ട്സ് വേണമെങ്കിൽ വെക്കാം, അത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് വരെ ചെയ്തു നോക്കി. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കറണ്ട് വന്നത്, ഭാഗ്യം കൊണ്ട്. അത് നേരെ വന്ന് ഇപ്പൊ വീണ്ടും ഈ സംഭവം പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡിനേക്കാൾ ഉപരി ഇത് എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുള്ള ഒരു വല്ലാത്തൊരു ഞെട്ടലും ഉള്ളിലുണ്ട്. മാർക്കോക്ക് സെൻസറിങ് കഴിഞ്ഞപ്പോ എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികം, നമുക്കൊക്കെ അറിയാവുന്നത് എ സർട്ടിഫിക്കറ്റ് ആയി കിട്ടുക. കാരണം മറ്റൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ മാർപ്പാപ്പ സോങ്, മാർപ്പാപ്പയല്ല, അതിന് മുമ്പ് വന്നിട്ടുള്ള ഫസ്റ്റ് ബ്ലഡ് എന്ന് പറഞ്ഞ സോങ് വന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് വരെ ഇത് പ്രശ്നം. അതായത് യൂട്യൂബ് ഇത് എന്താ പറയാ, എടുത്തു കളയും, വീഡിയോ എടുത്തു കളയും, കോപ്പറേറ്റ് കിട്ടുകയൊക്കെ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഇത് സംതിങ് ബിഗ് ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. എന്നാലും വിചാരിച്ചത് ഇങ്ങനെ ഇത് എന്താ പറയാ, ഇതിലെ ക്രൂ ആണെങ്കിലും മറ്റാളുകളാണെങ്കിലും വമ്പൻ, ഇത് മലയാളം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വയലന്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊലിപ്പിക്കണ കണ്ടപ്പോ തള്ളല്ലേ എന്നുള്ള ഡൗട്ട് ചെറുതായിട്ട് നമുക്ക് വന്നിട്ടുമുണ്ട്. എടാ, സെൻസർ റിപ്പോർട്ടിൽ പറയണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് ഇതിന്റെ റൺ ടൈം എന്ന് പറയുന്നത്. ഇതിൽ 7 മിനിറ്റുള്ള ഒരു ഭാഗം, 8 മിനിറ്റുള്ള മറ്റൊരു ഭാഗം, 13 മിനിറ്റ് ദൈർഘ്യമുള്ള മറ്റൊരു ഭാഗം, മൊത്തത്തിൽ 28 മിനിറ്റോളം വരുന്ന ഭാഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. പകരം 7 മിനിറ്റിന്റെ ഭാഗത്ത് 8 മിനിറ്റോളം വരുന്ന ഒരു ക്ലിപ്പും, 8 മിനിറ്റിന്റെ ഭാഗത്ത് 7 മിനിറ്റും സംതിങ് വരുന്ന ഒരു ക്ലിപ്പും, 13 മിനിറ്റിന്റെ ഭാഗത്ത് 14 മിനിറ്റ് സംതിങ് വരുന്ന ഒരു ക്ലിപ്പും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പകരം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ 28 മിനിറ്റോളം വരുന്ന സീൻ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അതിന്റെ ചില കണ്ടിന്യൂഷനും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ട് തന്നെ അവര് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്, അതായത് മൊത്തത്തിൽ നമ്മൾ വരുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങളാണ്. അത് 2-3 സീൻ എന്നുള്ള രീതിയിൽ, ഷോർട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. പക്ഷെ ഏകദേശം അതേ രീതിയിൽ തന്നെ വരുന്ന മറ്റ് സീനുകളാണ് പകരം ആഡ് ചെയ്ത് കയറ്റിയിട്ടുള്ളത്. ഇനി എന്താണ് ഈ സീൻ, ഇന്ന് ഒഴിവാക്കിയിട്ടുള്ള സീൻ എന്താണ്? അത് കേട്ടാണ് ശരിക്ക് നെഞ്ചിന്റെ പിളപ്പ് മാറാത്തത്. കാരണം ഒരു നവജാത ശിശു അതിനെ ഗർഭപാത്രത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഈ ഫയർ എക്സ്റ്റിങ്യൂഷറിന്റെ ആ മറ്റേ ഇതുണ്ടല്ലോ, ഗ്യാസും കുറ്റി, അത് തലക്കടിച്ചിട്ട് ആ കുട്ടിനെ കൊല്ലുന്നൊരു സീൻ. ഇത് ഞാൻ എന്റെ കുഞ്ഞിന് 4 മാസമാണ് ഇപ്പോ പ്രായമുള്ളത്. എനിക്ക് കേട്ടിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടവും പെട്ടെന്ന് ഇമോഷണൽ ആവുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് കേട്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം എങ്ങനെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ എന്തായിരിക്കും മാർക്കോയില് കൊടുത്തുള്ള വയലൻസ്? ഇമാതിരി വയലൻസ് ഒക്കെ ഒരു ചെറിയ കുഞ്ഞു കുട്ടീനൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ വയലൻസ് ആണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, ഈ കുട്ടീനെ എങ്ങനെ ചെയ്യുന്ന ഫീൽ, അതിലേക്ക് വരാം. അതിന് മുമ്പ് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയോട് കാണിക്കുന്നത് കുറച്ച് ക്രൂരതകളുണ്ട്. ആ വയറിന് എന്തൊക്കെ ചെയ്യോ ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കുട്ടീനെ വലിച്ചെടുത്ത് കൊല്ലാന്നൊക്കെ പറയുമ്പോൾ എന്തൊരു മാത്രം വലിയ സീനായിരിക്കും അല്ലെ? ചെറിയൊരു കുട്ടീനെ നമ്മൾ ഇതിന്റെ ടീസറിൽ ഒരുപാട് ആളുകൾ, പിന്നീട് അത് ബ്ലറാക്കി, ആദ്യം ബ്ലറാക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചെവി കടിച്ച് പറിച്ച് ഇങ്ങനെ പുള്ളി നിൽക്കുന്ന ഒരു സാധനം, അത് ബ്ലറാക്കിയിട്ടുണ്ട്. ഇപ്പോ അതല്ലാതെ ആ കുട്ടീന്റെ ഒരു കുട്ടീന്റെ, ഒരു പിഞ്ചു കുട്ടീന്റെ കാല് ഇങ്ങനെ തൂക്കി പിടിച്ച് പോകുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെയാണ് സെൻസർ കട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ സിനിമയ്ക്ക് അത് അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം അവിടേക്ക് ഞാൻ വരുന്നത്, അനിവാര്യമാണ് തോന്നുക എന്നുള്ളത് ഞാൻ പറയുന്നത്. ഇപ്പോ RDX എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, RDX എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ നമ്മുടെ ആന്റണി പെപ്പയുടെ ആ കുഞ്ഞിന്റെ, ചെറിയ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടീന്റെ കഴുന്ന മാല പറിച്ചു കൊണ്ടുവന്ന സീൻ നമ്മളൊക്കെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ ഇമോഷണലി അതിലേക്ക് പെട്ടെന്ന് ഇന്നായി. ആ ചെയ്ത ആളെ, ആ വില്ലനെ, ആ വൃത്തികെട്ടനെ കൈ കിട്ടി അടിച്ച് കൊല്ലണം എന്ന് വരെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ അവന് ഇങ്ങനെ വീഴാൻ പോകുന്ന സമയത്ത് ആ മാലയോട് കൂടി തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ മൂക്കിന് ഇങ്ങനെ ഇടിച്ച് പഞ്ചറാകുന്ന സീൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള സീനാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി
ദി മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഫിലിമിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ കിൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഈ അടുത്ത് വന്നിട്ടുള്ള സിനിമ. ഇതിലെ വില്ലനെ അവസാനം അടിച്ചു കൊല്ലാൻ സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇതേ ഫയർ എക്സ്റ്റിങ്വിഷർ വെച്ചിട്ട് ഒരുത്തന്റെ തല ഇടിച്ചിടിച്ചിടിച്ച് തെറിക്കുന്നുണ്ട് ഇങ്ങനെ തലച്ചോറ്. ആ സീനിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഞാൻ എന്റെ അതാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അതായത് നമുക്ക് അങ്ങനെ ചെയ്യണം, അവർക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫീൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ വില്ലനെ പക്ഷേ കില്ല് എന്ന് പറഞ്ഞ സിനിമ വില്ലനെ കൊന്നപ്പോൾ ഇതിനേക്കാളും അവനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിരുന്നു, ഇതിനേക്കാൾ അവനെ ടോർച്ചർ ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോയി. കാരണം നമ്മൾ ഇമോഷണലി ആ വില്ലന്മാർ ചെയ്ത ആ പ്രവൃത്തിക്കെതിരെ അവർ നല്ല രണ്ട് കൊടുക്കണം, നന്നായിട്ട് അടിച്ച് പഞ്ചറാക്കണം എന്നുള്ള ഫീൽ നമുക്ക് വരുന്നതുകൊണ്ടാണ്. ആർഡിക്സിലും അതിനാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഈ സിനിമയിലെ ഫീലിങ്സ് കൊണ്ടുവരാൻ, കാരണം ഇത്രയും ബ്രൂട്ടൽ ഫിലിമാണ്, ഇത്രയും മോസ്റ്റ് വയലന്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തരുന്ന സിനിമയിലെ വിഷ്വൽസ് അത്രയും വലിയ ഭീകരമായിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും. അപ്പൊ ആ വിഷ്വൽ അങ്ങനെ ഈ മാർക്കോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മറ്റുള്ള വില്ലന്മാരോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം അവിടെ വേണം. ഒരാളെ ജസ്റ്റ് കൊന്നു ഓക്കെ പകരം വീട്ടാൻ പോയി കൊല്ലുക എന്ന് പറയുന്ന പോലെ അല്ലാതെ ബ്രൂട്ടലി മർഡർ ചെയ്യണമെങ്കിൽ ഇപ്പൊ അതിലൊരു സീനുണ്ട്, മരം മുറിക്കുന്ന ഒരു ഇതായിട്ട് നമ്മുടെ ഉണ്ണിമുതൽ നിൽക്കുന്ന സ്ഥലത്ത് താഴെ ഇങ്ങനെ ഇയാളെ ചെത്തി വെട്ടി ഇട്ടിരിക്കുകയാണ്, നിറച്ച് ബോഡി ചോരെ കുടിച്ചിട്ട് ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ പോലെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സീനൊക്കെ ഇതിൽ കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കും അവർ കാണിച്ചു വെച്ചിട്ടുണ്ടാവുക? എക്സൈറ്റ്മെന്റും ഉണ്ട് അതിനോട് അനുബന്ധിച്ച്. ഈ കുഞ്ഞിന്റെ സീൻ കേട്ടിട്ട് നമുക്ക് കണ്ടാൽ അറച്ചു പോകുമോ, നമ്മൾ കണ്ണടച്ചു പോകുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷ്വൽസ് ആണോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോ എന്തായാലും ഇങ്ങനെ ഈ സീൻ ഇതിന് അനിവാര്യമാണെന്നുണ്ടെങ്കിൽ സെൻസർ ബോർഡ് ഇത് കട്ട് ചെയ്യുന്ന പരിപാടി ദയവേത് മാറ്റി വെക്കണം. ഞാൻ ജസ്റ്റ് എന്റെ ഒരു അഭിപ്രായം പറയണേ, എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അബദ്ധവശാലും കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾ അതെന്താ വന്നാൽ എന്താ പ്രശ്നം? മറ്റ് ഹോളിവുഡിലൊക്കെ ഇപ്പൊ ലാസ്റ്റ് സബ്സ്റ്റൻസർ ഒരു സിനിമ ഉണ്ട്. ഇതൊന്ന് കേരളത്തിലാണെങ്കിൽ ആ സിനിമ ഉണ്ടാവില്ല, ഫുള്ള് കട്ട് ചെയ്തിട്ട് 1 മിനിറ്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ട്രെയിലർ മാത്രം ഇറക്കിയിട്ട് നിർത്താൻ പറയും. സബ്സ്റ്റൻസ് കണ്ട ഇങ്ങനെ അയ്യോ ഇതായി പോകും നമ്മള്. ഒരു ചിക്കന്റെ സീനും ഒരു നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു സെൽഫ് തന്നെ വരുന്നൊരു സീനൊക്കെ ഉണ്ട് എന്റെ അളിയ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത അത്രയും നമ്മൾ എന്താ പറയാ അത്രയും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സിനിമ വേൾഡ് സിനിമയിൽ തന്നെ ഇതാകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബീറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഇതിന് മുമ്പുള്ളത്, അതൊക്കെ അങ്ങനത്തെ ഒരു സിനിമകളായിരുന്നു. അതുപോലെ റോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇങ്ങനെ കുറെ സിനിമകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ അത് കണ്ട് തീർക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളിലേക്ക് ഒരു പക്ഷെ സബ്സ്റ്റൻസ് വന്നേക്കാം. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ സിനിമകൾക്ക് വരെ അവിടെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്, അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. സോ അത്രക്കൊന്നുമില്ലല്ലോ. ഇത് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സിനിമയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണാൻ പഠിക്കുക. എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഇതെല്ലാം. അത് സിനിമയാണ്, ആ അർത്ഥത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രേക്ഷകർ മാറിയിട്ടുണ്ട്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഐ എം സോറി എന്ന് നമ്മുടെ ജഗദീഷ് ഏട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സിനിമയുടെ മേക്കേഴ്സ് തന്നെ പറയുന്നുണ്ട് എബോ 80 അഡൽട്സ് ഓൺലി ആണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സെൻസർ സർട്ടിഫിക്കറ്റും അത് തന്നെയാണ്. നിങ്ങൾ യു സർട്ടിഫിക്കറ്റോ ക്ലീൻ യു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ UA സർട്ടിഫിക്കറ്റോ ഒന്നുമല്ല നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള A സർട്ടിഫിക്കറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അഡൽട്സ് ഓൺലി. 18 വയസ്സിന് മുകളിലൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിനിമ ഇറക്കുമ്പോൾ അതിന് പറ്റുന്നതിന് പോയ പോലെ. മാത്രമല്ല അഡൽട്സ് ഓൺലി പറഞ്ഞ പല രീതിയിലുണ്ടാവാം. അപ്പൊ അത് മാത്രമല്ല, ഈ സിനിമ കാണണമെങ്കിൽ ഇതൊരു വയലന്റ് ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള സിനിമയാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു തരാണ്. അത് പറഞ്ഞിട്ട് കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് സിനിമ കണ്ടിട്ട് അയ്യോ ഇത് കാണാൻ കഴിയില്ല എന്തൊരു ചെയ്യുന്ന സിനിമയെന്ന് ചോദിച്ചാൽ നല്ല അടി കിട്ടാണ് വേണ്ടത്, അല്ലേ? അത് കാണാൻ പറഞ്ഞവർ കണ്ടാൽ മതി, അത്രയല്ലേ ഉള്ളൂ. അപ്പോ അതിനൊക്കെ നിങ്ങൾ സെൻസർ ഇങ്ങനെ ഇത്തരത്തിൽ സീനുകൾ കട്ട് ചെയ്ത് കളയരുത് എന്നുള്ളൊരു അപേക്ഷ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും മാർക്കോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല മാർക്കോ, അതുക്കും മേലെ ആ രീതിയിലാണ് ഇപ്പോൾ സെൻസർ റിപ്പോർട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ ഇത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഇത്തരത്തിലുണ്ടാവും ഞാൻ വിചാരിച്ചു. ഒരു കുഞ്ഞിന്റെ സീൻ ഇതെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഇട്ട മാർക്കോന്റെ ഒരു വീഡിയോയിൽ പോലും കമന്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ, കമന്റിൽ ഒരാൾ പറഞ്ഞിട്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാല് തൂക്കി പിടിച്ചു വരുന്ന സീൻ ടീച്ചറിൽ ഉണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ സീൻ ഉണ്ടാവാം, ഒരു കുഞ്ഞിനെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പോ അതൊക്കെ കുറെ മുമ്പേ ആളുകൾ ഇത് വെച്ച് ഡീകോഡിങ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഇത്രയും ബ്രൂട്ടൽ ആയിരിക്കുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കുന്നില്ല. എന്തായാലും സെൻസർ റിപ്പോർട്ട് ഭയങ്കരമാണ്. ഈ സിനിമ ഇതിലെ ഇമോഷൻ, ഇതിലെ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഇമോഷൻ പ്രേക്ഷകന് കിട്ടിയാൽ പിടിച്ചെടുത്ത് കിട്ടില്ല സിനിമ വേറെ 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 ലെവലായിരിക്കും മിക്കവാറും മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. നമ്മളെ ഞെട്ടിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ ഇമോഷൻ കിട്ടിയിട്ടില്ലെങ്കിലായിരിക്കും നമുക്ക് അയ്യോ ഇതെന്താണ് ഇവർ കാണിച്ചതെന്നുള്ളൊരു ഫീൽ വരെ. പക്ഷെ അതിനുള്ള സാധ്യത ഇല്ലാതിരിക്കട്ടെ. ആ സിനിമ ഏറ്റവും മികച്ച സിനിമയാവട്ടെ.